ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനും മാങ്കളത്തിനുമിടയിലുള്ള കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ്റെ മനോഹരമായ ഒരു ടീ എസ്റ്റേറ്റാണ് ലക്ഷ്മി ടീ എസ്റ്റേറ്റ്. ഏകദേശം 20 കിലോമീറ്ററിലായിട്ടാണ് ഈ ടീ എസ്റ്റേറ്റും ഇവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും ടീ ഫാക്ടറിയും എല്ലാം കൂടി വരുന്നത്. ലക്ഷ്മി ടീ എസ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് പ്രധാനമായിട്ടും 2 വഴികളാണുള്ളത്. ഒന്നാമത്തേത് പഴയ മൂന്നാർ എത്തുന്നതിന് തൊട്ടു മുൻപ് KSRTC ബസ് സ്റ്റാൻഡൊക്കെ കഴിയുമ്പോൾ ഇടത്തേക്കുള്ള വഴിയെ സഞ്ചരിച്ചാൽ ലക്ഷ്മി ടീ എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. രണ്ടാമതായിട്ട് മാങ്കുളം വരുന്ന വഴിയിൽ വിരിവാറ എന്ന ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ലക്ഷ്മി ടീ എസ്റ്റേറ്റിലാണ്. നല്ലതുപോലെ ടാർ ചെയ്ത റോഡിൽ നിന്ന് കുറച്ച് മോശം റോഡിലേക്ക് കയറുന്നതോടെ ലക്ഷ്മി ടീ എസ്റ്റേറ്റിൻ്റെ തുടക്കമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. വഴി കുറച്ച് മോശമാണെങ്കിലും അതൊന്നും ഒരിക്കലും യാത്രയുടെ ആസ്വാദനത്തെ ബാധിക്കില്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ കാലാവസ്ഥ ഏതൊരാളുടെയും മനസ്സിൽ അത്ഭുതമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. നല്ല വേനൽക്കാലത്താണെങ്കിലും ചെറിയ ഇളം കാറ്റും അധികം ചൂടുമൊന്നുമില്ലാത്ത കാലാവസ്ഥയാണ്. മഴക്കാലത്ത് നല്ല മഴയും പെട്ടെന്ന് തന്നെ കോടം മൂടുന്ന ഒരു സ്ഥലവുമാണ് ലക്ഷ്മി ടീ എസ്റ്റേറ്റ്. മഞ്ഞുമേഘങ്ങൾ കാറ്റിനോടൊപ്പം താന്നു പറക്കുന്നത് മിക്ക സമയത്തും ലക്ഷ്മിയിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ആദ്യം കാണുന്ന തേയിലത്തോട്ടങ്ങൾ കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ നമുക്ക് തൊഴിലാളികൾ താമസിക്കുന്ന ചെറിയ ലയങ്ങളും അവരുടെ ക്യാൻറ്റീനുകളും ഒക്കെ കാണാൻ പറ്റും. നല്ല കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ കാറ്റിൻ്റെ ദിശ നോക്കുന്നതും അന്തരീക്ഷത്തിന് മർദ്ദം അളക്കുന്ന ഉപകരണങ്ങളൊക്കെ റോഡിൻ്റെ സൈഡിൽ കാണാൻ പറ്റും. തേയിലക്കൃഷികൾക്കും മറ്റും ആവശ്യങ്ങൾക്കുമായി ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുടിയേറിയ തമിഴ് വംശജരുടെ തലമുറക്കാരായിരിക്കണം ഇവർ. അതിനുള്ള തെളിവാണ് ഇവരുടെ അമ്പലങ്ങളുടെ നിർമ്മാണ രീതിയും പിന്നെ തമിഴ് കലർന്ന മലയാളമൊക്കെ. കേരളത്തിൽ നിന്ന് പെട്ടെന്ന് തമിഴ്നാട്ടിലെ ഏതൊരു ഗ്രാമപ്രദേശത്തേക്ക് ചെന്ന ഒരു ഫീലാണ് നമുക്കിവിടെ വന്നാൽ കിട്ടുന്നത്. കുറച്ച് ദൂരം തേയിലത്തോട്ടത്തിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മളൊരു വ്യൂ പോയിന്റിലെത്തും. അവിടെ നിന്ന് നോക്കിയാൽ വളഞ്ഞു പുളഞ്ഞ ആ റോഡും അങ്ങ് ദൂരെയുള്ള കെട്ടിടങ്ങളും എല്ലാം കാണാൻ പറ്റും. അവിടെ നിന്നും നമ്മൾ യാത്ര തുടർന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ ആദ്യത്തെ സെക്ഷൻ തേയിലത്തോട്ടങ്ങൾ അവസാനിക്കുകയാണ്. അവിടെ KDHP എന്നെഴുതിയൊരു ഫലകമൊക്കെ കാണാൻ സാധിക്കും. ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഈ വഴി തേയിലത്തോട്ടങ്ങളിൽ ഇറങ്ങി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. ആദ്യത്തെ സെക്ഷൻ തേയിലത്തോട്ടം അവസാനിച്ച ശേഷം നമ്മൾ തേയിലകളില്ലാത്ത വലിയ മരങ്ങളുള്ള റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ റോഡിൻ്റെ ഇടതുവശത്തായി കല്ലുകൊണ്ടുള്ള വലിയ മതിൽക്കെട്ട് കാണാൻ സാധിക്കും. മൊത്തം കാടും പള്ളയും പിഴച്ചു കിടക്കുന്ന വലിയൊരു മതിൽക്കെട്ട്. പണ്ട് മൂന്നാറിൽ അനധികൃതമായി കയ്യേറി റിസോർട്ട് നിർമ്മാണം നടത്തിയ സ്ഥലങ്ങൾ ശ്രീ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഇന്നിപ്പോൾ ഇവിടം കാട് പിടിച്ചു കിടക്കുകയാണ്. അകത്തേക്ക് കയറി നോക്കിയാൽ റിസോർട്ടിനായി പണിത കൽക്കെട്ടുകളൊക്കെ കാണാം. കൂടാതെ ഇവിടെ തന്നെയായി വെറൈറ്റി രീതിയിലുള്ള ഒരു ഫെൻസിങ്ങും കാണാം. എന്തിനാണ് ഇങ്ങനെ ഫെൻസിങ് ചെയ്യുന്നതെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലക്ഷ്മിയിലെ മനോഹരമായ ചെറിയ പോസ്റ്റ് ഓഫീസ് ഈ വഴിയരികിൽ തന്നെ കാണാൻ സാധിക്കും. ലക്ഷ്മിയിലെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകവെയാണ് ഇവിടുത്തെ ടീ ഫാക്ടറി കാണാൻ സാധിച്ചത്. അതിന് തൊട്ടടുത്തായി ഒരു ചെറിയ അമ്പലവും ഒരു പള്ളിയുമുണ്ട്. ഫാക്ടറിയിൽ ഉപയോഗിക്കാനുള്ള വിറകൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച ഇവിടെ നിന്നാൽ കാണാം. കൂടാതെ ഈ വഴിയിലെ എടുത്തു പറയേണ്ട ഒന്നാണ് ലക്ഷ്മി ഗവൺമെൻറ് UP സ്കൂൾ. വിശാലമായ പച്ച പുൽമേടിലിരിക്കുന്ന ഒരു സ്കൂൾ. ഈ പുൽമേടുകളിൽ പശുക്കൾ മേയുന്നു. നല്ല തണുത്ത കാറ്റ്, ഇടയ്ക്ക് നല്ല കോടമഞ്ഞിറങ്ങുന്നു. പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള തടി കൊണ്ടുള്ള വേലി, എല്ലാം നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ ഒരു പ്രത്യേക സ്ഥലം. ഇത്രയും നേരം തേയിലത്തോട്ടമൊക്കെ കണ്ടുവന്ന നമ്മളിനി അങ്ങോട്ട് കാണുന്നത് നല്ല പച്ച പുൽമേടുകളാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ചില സ്ഥലങ്ങളിൽ ചെറിയ തോടുകൾ ഒഴുകുന്നത് കാണാം. അങ്ങനെ മുന്നോട്ട് പോകവെയാണ് വഴിയുടെ സൈഡിൽ തന്നെയായിട്ട് 1-2 പഴയ കല്ലറകൾ കാണാൻ സാധിച്ചത്. നല്ല പഴക്കമുള്ള കല്ലറകളാണത്.
അത്യാവശ്യം കാട് പിടിച്ച് കിടക്കുന്ന ഒരു കല്ലറയിൽ തമിഴിൽ എന്തോ എഴുതിയിരിക്കുന്നതായി കണ്ടു. ഇതെന്താണെന്ന് ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവിടെ ആരെയും കാണാത്തതിനാൽ അത് നടന്നില്ല. ലക്ഷ്മി ടീ എസ്റ്റേറ്റിൽ തന്നെയുള്ള മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കൈനഗിരി വാട്ടർഫോൾസ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കൈനഗിരി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. മാങ്കുളത്ത് നിന്ന് വരുമ്പോൾ ലക്ഷ്മി ടീ എസ്റ്റേറ്റ് തുടങ്ങുന്നതിന് മുൻപും മൂന്നാറിൽ നിന്ന് വരുമ്പോൾ ടീ എസ്റ്റേറ്റ് കഴിഞ്ഞുമാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. 50 രൂപയാണ് ഇവിടെ എൻട്രി ഫീസ്. എൻട്രി ഫീ ഒക്കെ കൊടുത്ത് നമ്മളൊരു പുഴയുടെ തീരത്തുള്ള കല്ലുപാകിയ നടപ്പാതയിലൂടെ ഈ വെള്ളച്ചാട്ടത്തിലെത്തും. ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ എല്ലാം ബോർഡുകൾ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ 2 ചെക്ക് ഡാമുകൾ നിർമ്മിച്ചിട്ടുള്ളതിനാൽ തികച്ചും സേഫായിട്ട് സഞ്ചാരികൾക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാൻ സാധിക്കും. കൂടാതെ ടോയ്ലറ്റ്, ഡ്രസ്സിംഗ് റൂം സൗകര്യം എല്ലാം ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഒരു വാച്ച്മാനും ഇവിടെയുണ്ട്. ലക്ഷ്മി ടീ എസ്റ്റേറ്റിലെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.